നീയും നിന്റെ ഈ ജോയും നിങ്ങളുടെ കുട്ടികളും ഒക്കെ ആയി നല്ലൊരു കുടുംബമായിട്ട് നീ ജീവിക്കുന്ന എനിക്ക് കാണണം. ഞാൻ തയ്ച്ചു കൊടുത്ത പുതിയ പട്ടുപാവടയാ. മോള് ചേച്ചിക്കൊരു മോടുത്തെ. ലിജ ഇപ്പോൾ നല്ല തിരക്കുള്ള ഒരു അഡ്വക്കേറ്റ് ആണ്. അച്ചു ഇപ്പോൾ സ്വന്തമായി കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയി മുമ്പോട്ട് പോവുകയാണ്. ഒപ്പോൾ നല്ലൊരു കുടുംബിനിയും കൂടിയാണ് അശ്വതി. ലിജയും മകളും ഒത്ത് അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു സന്തോഷകരമായ ജീവിതം തന്നെ നയിക്കുകയാണ് അശ്വതിയും ലിജയും. വനജ ആഗ്രഹിച്ച പോലെ തന്നെ നല്ല അടിപൊളിയായി തന്നെ അവരുടെ ജീവിതം പോവുകയാണ്. വനജ ഇപ്പോൾ LIC ഏജൻറ്റ് ജോലിയെല്ലാം നിർത്തി സ്വന്തമായി ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തു. ഏറ്റവും ഇഷ്ടമുള്ള തൊഴിലായതുകൊണ്ട് തന്നെ വനജ വളരെ ഹാപ്പിയായി തന്നെ തൻ്റെ ബിസിനസ്സും കാര്യങ്ങളുമൊക്കെയായി മുമ്പോട്ട് പോവുകയാണ്. ചീരക്കാരി ലളിതയുടെ മകൾ വനജയുടെ മകളായി വളർന്നു. ചേച്ചിയെപ്പോലെ തന്നെ നല്ല മിടുക്കിയായി പഠിച്ച് ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായിരിക്കുകയാണ്. അതിൻ്റെ ഗ്രാജുവേഷൻ സെറിമണിയൊക്കെ വനജയ്ക്കും അച്ചുവിനും വളരെയധികം പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു. എല്ലാവരും ചേർന്ന് വളരെ ഭംഗിയായി തന്നെ അത് നടത്തി. അച്ചുവിനും ലിജയ്ക്കും അവൾ എന്നും സ്വന്തം കുഞ്ഞനുജത്തി തന്നെ ആയിരുന്നു. അച്ചു പറ്റുമ്പോഴെല്ലാം തൻ്റെ ഉഷി ചേച്ചിയെ പോയി കാണാറുണ്ട്. ഉഷി ചേച്ചിയുമായി നല്ല സൗഹൃദം തന്നെ. ഇപ്പോൾ US മിടുക്കിയായ ഒരു ഡോക്ടറാണ്. കിട്ടുന്ന സമയമെല്ലാം അച്ചുവിനെയും വനജയും വിളിച്ച് സംസാരിക്കാറുണ്ട്. വനജയ്ക്കും അച്ചുവിനും നിഷ ഇന്നും സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ്. നിഷ നാട്ടിൽ വരുമ്പോഴെല്ലാം വനജയുടെ വീട്ടിൽ വരാറുണ്ട്. ഇന്നിപ്പോൾ മൂത്തുമ്മയുടെ വീട്ടിൽ ഒരു വിവാഹ ചടങ്ങാണ്. അതിനായി പോകാനുള്ള പുറപ്പാടിലാണ് വനജയും അച്ചുവും ലിജയും മകളുമെല്ലാം. ചെറിയൊരു ആഘോഷം അവിടെ ഉണ്ടായാൽ പോലും വനജയും അച്ചുവും ലിജയും മകളും എല്ലാവരും ചേർന്ന് മുത്തുമ്മയുടെ വീട്ടിൽ പോകാറുണ്ട്. മുത്തുമ്മ മരിച്ചെങ്കിലും ഇന്നും ആ ബന്ധം നിലനിന്ന് പോവുകയാണ്. ഇന്നവിടെ റുക്കിയുടെ മകളുടെ വിവാഹമായിരുന്നു. അതിനായാണ് വനജയും അച്ചുവും എല്ലാവരും ചേർന്ന് മുത്തുമ്മയുടെ വീട്ടിലെത്തിയത്. മുത്തുമ്മ മരിച്ചെങ്കിലും ഇന്നും ആ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ് ഇവരെല്ലാം. വിവാഹം കഴിഞ്ഞ് ദുബായിൽ പോയി റുക്കിയയും എത്തിയിട്ടുണ്ട്. അച്ചുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും റുക്കിയ ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ചുവും വനജയും ഇന്നും അതേ സ്നേഹവും കുറുമ്പും കുസൃതിയും ഒക്കെയായും അമ്മയും മകളുമായി മുമ്പോട്ട് പോവുകയാണ്. അച്ചുവിനോടുള്ള അതേ വാത്സല്യം തന്നെയാണ് അച്ചുവിൻ്റെ മകളോടും വനജയ്ക്കുള്ളത്.